പ്രൈസലോ. ഒരിക്കൽ ഒരു രാജ്യത്തൊരു രാജാവ് ഒരു വിളംബരം നടത്തി. തൻ്റെ മകളെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആ വരൻ രാജ്യത്തെ ഏറ്റവും ധീരനായിരിക്കണം. തൻ്റെ പ്രഖ്യാപനം അതാ. മറ്റ് യോഗ്യതകളൊന്നുമല്ല താൻ കണ്ടത്. ഏറ്റവും ധീരനായ യുവാവിനെ എൻ്റെ മകൾക്ക് ഞാൻ വിവാഹം ചെയ്തു കൊടുക്കും. ഈ വാർത്ത കേട്ട് ആ രാജ്യത്തെ അനേക യൗവനക്കാർ അവിടെ എത്തി. കാരണം രാജകുമാരിയെ വിവാഹം ചെയ്ത് അടുത്ത രാജാവാകേണ്ടവനാണ്. ഈ ആഗ്രഹത്തോട് അവിടെ എത്തിയപ്പോൾ ആ പ്രത്യേക ആ വിവാഹത്തിന് മുമ്പ് ഒരു പ്രത്യേക നിബന്ധന അവിടെ വെച്ചിട്ടുണ്ട്. അതിതാണ്: രാജകൊട്ടാരത്തിന് മുമ്പ് ഒരു കുളമുണ്ട്. ഈ കുളം നീന്തി അക്കരെ കടക്കുന്നവനാണ് രാജകുമാരിയെ വിവാഹം ചെയ്യാൻ കഴിയുക. വന്ന യുവാക്കൾ കുളത്തിനരികിലെത്തിയപ്പോൾ കണ്ടത് കുളം നിറയെ മുതലകളാണ്. ഒരു വലിയ കുളത്തിനകത്ത് നിറച്ചും മുതലകൾ, അഥവാ ഒരു മുതലക്കുളം. ഇത് കണ്ട് ഓരോരുത്തരും പിന്മാറുന്നു. അല്പസമയത്തിനു ശേഷം അവിടെ വലിയ തിരക്കായി. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനേക യൗവനക്കാർ കടന്നു വന്നു. അവർക്കെല്ലാം ആഗ്രഹം രാജകുമാരിയെ വിവാഹം കഴിക്കണം, രാജാവായി വാഴണം. ഈ ആഗ്രഹത്തോട് വന്നപ്പോൾ ഈ കുളത്തിലെ മുതലകളെ കണ്ട് ഇവർ ഭയപ്പെട്ടു. അല്പസമയം കൊണ്ട് ഒരു വലിയ ജനക്കൂട്ടം യൗവനക്കാർ അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ ഈ കുളം കാണാനും സാഹചര്യം മനസ്സിലാക്കാനും ഓരോരുത്തരായി മുന്നോട്ട് വന്ന ആ തിരക്കിനിടയിൽ തള്ളുകൊണ്ട് ഒരു യൗവനക്കാരൻ വെള്ളത്തിൽ വീണു. ഇവൻ വെള്ളത്തിൽ വീണു. ഇവൻ നോക്കിയപ്പോൾ മുതലകൾ പാഞ്ഞെടുക്കുന്നു. ഇവൻ ജീവനെ ഭയന്ന് ഈ മുതലകളുടെ പുറത്ത് ചവിട്ടി എങ്ങനെയോ അക്കരയിൽ എത്തിച്ചേർന്നു. ഇവൻ അക്കരെ എത്തിയപ്പോൾ ഭയങ്കര കരഘോഷം, ആഘോഷം. ആൾക്കാരെല്ലാം കൂടെ ആർപ്പ് വിളിക്കുന്നു. രാജകുമാരിയെ വിവാഹം കഴിക്കുവാൻ രാജ്യത്തെ ധീരനായ യൗവനക്കാരൻ ഇതാ കൊട്ടാരമുറ്റത്തെത്തിയിരിക്കുന്നു. ആൾക്കാർ അടുത്ത് വന്ന് അവനോട് ചോദിച്ചു, ഈ മുതലകൾ നിറഞ്ഞ മുതലക്കുളത്തിലൂടെ നീ എങ്ങനെ ഇവിടെ വന്നു? എങ്ങനെ നിനക്ക് ധൈര്യം കിട്ടി? ഈ മനുഷ്യന്റെ ചോദ്യം ഇതാണ്: എനിക്ക് അതൊന്നുമല്ല അറിയേണ്ടത്, എന്നെ ഈ കുളത്തിലേക്ക് തള്ളിയിട്ടതാരാ? അതാണ് എനിക്കറിയേണ്ടത്. ഇവൻ ആരെങ്കിലും തള്ളിയിട്ടതാണെങ്കിലും ഇവൻ ജീവനും കൊണ്ട് അക്കരെ എത്തി ആ രാജകുമാരിയെ വിവാഹം കഴിക്കാൻ ഇവന് കഴിഞ്ഞു. പക്ഷെങ്കിൽ അവൻ അതൊന്നുമല്ല വിഷയം, തള്ളിയിട്ടതാരാ? നമ്മുടെയും ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. ആരൊക്കെയോ എന്നൊക്കെയോ എവിടെയൊക്കെയോ തെളിയത് കൊണ്ടല്ലേ നമ്മളും ഒരേ നിലയിലൊക്കെ എത്തിയത്. അതോർത്ത് സ്തോത്രം ചെയ്യേ. എന്നെ തെള്ളാൻ ആരൊക്കെയോ ഉണ്ടായിരുന്നു. ആരുടെയൊക്കെയോ തെള്ള് എനിക്ക് എവിടെയൊക്കെയോ കിട്ടി, പക്ഷെ അതെനിക്ക് ഗുണമായി മാറി. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തെള്ളിയവരെ ഓർത്ത് അവരെ കണ്ടുപിടിക്കാൻ പോകുന്നതിലും നല്ലത് എന്നെ ഈ നിലയിൽ എത്തിച്ചത് ആരൊക്കെയോ തെള്ളിയിട്ടത് കൊണ്ടാണെങ്കിൽ, ദൈവമേ, ആ തെള്ളിയവർക്കായി സ്തോത്രം. അവരെ ഓർത്ത് നന്ദി പറവാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ഇന്നലകളിൽ ഒത്തിരി തെള്ളു കിട്ടിക്കാണും, നാളുകൾ ഒരുപക്ഷെ വീണ്ടും കിട്ടും. എന്നാൽ ഇതെന്റെ നന്മയ്ക്കാ. തെളിയുന്നത് ദോഷത്തിനല്ല, നന്മയ്ക്കെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതം മുന്നോട്ട് നയിപ്പാൻ വലിയവനായ കർത്താവ് നമുക്കിടയാക്കട്ടെ. ഈ ചിന്ത താങ്കൾക്കൊരു അനുഗ്രഹമാകട്ടെ എന്നുള്ള പ്രാർത്ഥന ദൈവം നമ്മൾ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.